ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2026 നടന്നിട്ടുള്ള LD എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറാണ്. LD ടൈപ്പിസ്റ്റ് എക്സാമാണ്. ആ ഒരു എക്സാം നടത്തിയിരിക്കുന്നത് കൊച്ചി ദേവസ്വം ബോർഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ടോപ്പിക് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്ന് സിലബസിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തിരുന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിൽ 50 മാർക്ക് വരുന്നത് നമുക്ക് കോമൺ ആയിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ബാക്കി 50 ക്വസ്റ്റ്യൻസ് LD ടൈപ്പിസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ടൈപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന നോളജാണ്, സിലബസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ട്രാസ്ബർഗ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ട്രാസ്ബർഗ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഫ്രാൻസ്. സ്ട്രാസ്ബർഗ് ആണ് 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സ്ട്രാസ്ബർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറാനിലെ ഏത് തുറമുഖത്തിൻ്റെ നടത്തിപ്പിനാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത്? ഇറാനിലെ ഏത് തുറമുഖത്തിൻ്റെ നടത്തിപ്പിനാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ കരാർ ഏർപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ചബഹാർ. മാഗ്നസ് കാൾസൺ ഏത് മേഖലയിലെ പ്രമുഖനാണ്? മാഗ്നസ് കാൾസൺ ഏത് മേഖലയിലെ പ്രമുഖനാണ്? ആൻസർ ഓപ്ഷൻ സി, ചെസ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജ്ഞാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു. ജൂലൈ 7 നടത്തിയിട്ടുള്ള എക്സാം ആണ് കേട്ടോ അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ പനി. ഡാഷ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ പനി. ആൻസർ ഓപ്ഷൻ എ, വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, ഡിസംബർ 10. ശ്രീധര പണിക്കർ സോമനാഥ് ആരാണ്? ശ്രീധര പണിക്കർ സോമനാഥ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ISROയുടെ ചെയർമാൻ. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 106ാം ഭേദഗതി. ഗാസ സിറ്റി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗാസ സിറ്റി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, പാലസ്തീൻ. ജൂൺ 21 പ്രാധാന്യം എന്താണ്? ജൂൺ 21 പ്രാധാന്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, അന്താരാഷ്ട്ര യോഗ ദിനം. 2024 ജൂണിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം ആര്? 2024 ജൂണിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം ആര്? ആൻസർ ഓപ്ഷൻ സി, സുനിൽ ഛേത്രി. മദ്രാസിന്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതയാര്? മദ്രാസിന്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതയാര്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ, ദാക്ഷായണി വേലായുധൻ.
കേരളത്തിന്റെ ഒന്നാം മന്ത്രിസഭയിൽ ഗതാഗതം, തൊഴിൽ വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ആര്? കേരളത്തിന്റെ ഒന്നാം മന്ത്രിസഭയിൽ ഗതാഗതം, തൊഴിൽ വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ, TV തോമസ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏത് മണ്ഡലത്തെയായിരുന്നു പിണറായി വിജയൻ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ധർമ്മടമായിരുന്നു. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകം രചിച്ചതാര്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, അരുന്ധതി റോയ്. വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചതാര്? വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി, ചട്ടമ്പി സ്വാമികൾ. വേദാധികാരം ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം. ആദിഭാഷ, പ്രാചീന മലയാളം എന്നിവ ചട്ടമ്പി സ്വാമികളുടേതാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാൾട്ടർ മെൻഡസ് എന്ന ഏത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ചത്? വാൾട്ടർ മെൻഡസ് ഏത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ, ടൂറിസം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആലപ്പുഴ. എലിപ്പത്തായം എന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത് ആര്? എലിപ്പത്തായം എന്ന സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ്, അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? ഇന്ത്യൻ പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ സി, 1961. എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വയനാട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം എത്ര തൊഴിൽ ദിനങ്ങളാണ് ഉറപ്പു നൽകുന്നത്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം എത്ര തൊഴിൽ ദിനങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 100 ആണ് അല്ലേ. 125 ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു എക്സാം നടന്ന സമയത്ത് നടന്നത് 7-ാം തീയതിയാണ്. എന്നാലും ആ ഒരു ആൻസർ കീഴിൽ നമുക്ക് ഏതാ തന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്, 100 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എക്സാം ചോദിക്കുകയാണെങ്കിൽ പഠിച്ചു വെച്ചിരിക്കണം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയിട്ടുണ്ടെന്നാണ്, VBG റാംജി എന്നാണ് അല്ലേ. അതുപോലെ തന്നെ എത്ര ദിനങ്ങളാണ് വർക്കിംഗ് ഡേയ്സ്? 125 ദിനങ്ങളാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. VBG റാംജി എന്ന് പറയുമ്പോൾ ഫുൾ ഫോം എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ്. ജൂലൈ 1 മുതലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പഴയ സ്കീം അനുസരിച്ചിട്ട്, അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് എത്രയാണ്? 100 ഡേയ്സ് തന്നെയായിരുന്നു. നെക്സ്റ്റ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ ആര്? ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സുനിൽ ഗവാസ്കർ. സത്യശോധക് സമാജം സ്ഥാപിച്ചതാര്? സത്യശോധക് സമാജം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, ജ്യോതിബ ഫുലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ്, INCയുടെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ് അല്ലേ. C ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം INC പ്രസിഡന്റ് ആയിട്ടുള്ളത് അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി INC സമ്മേളനം നടന്നതെന്നാണ്? 1885 സമ്മേളനം നടക്കുന്നത് അല്ലേ. 1885 ഡിസംബർ 28 അതുപോലെ തന്നെ പഠിക്കാനുള്ളത്? ആദ്യത്തെ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? WC ബാനർജിയാണ്. അതുപോലെ തന്നെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിലും ആദ്യത്തെ സെക്രട്ടറി ചോദിക്കുകയാണെങ്കിലും ആരാണ്? A.O. ഹ്യൂമാണ്. പിന്നെ ഈ INC എന്ന് പറയുന്ന പേര് നിർദ്ദേശം ചെയ്തിട്ടുള്ള ഈ ഒരു പേര് നിർദ്ദേശം ചെയ്ത ആരാണ്? ദാദാഭായ് നവറോജിയാണ്.
അപ്പോൾ ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. NC-യുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റേതായിട്ട് PYQ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു ടോപ്പിക് ബേസ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന യൂറോപ്യന്മാരുടെ വരവ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NC ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ആര്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ആര്? ആൻസർ ഓപ്ഷൻ D ആണ്, ഷേർഷാ. വെണ്ണക്കല്ലിൽ വിരചിതമായ പ്രേമകാവ്യം എന്നറിയപ്പെടുന്നത്? വെണ്ണക്കല്ലിൽ വിരചിതമായ പ്രേമകാവ്യം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ A ആണ്, താജ്മഹൽ. താജ്മഹൽ. ശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി മഠം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി മഠം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ B ആണ്, കർണാടകയാണ്. ശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി മഠം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കർണാടകയിലാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? ആൻസർ ഓപ്ഷൻ C ആണ്, ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് ഇന്ത്യയിൽ എന്നറിയപ്പെടുന്നത് കാലവർഷം എന്നറിയപ്പെടുന്നത് അല്ലേ? കാലവർഷം എന്നറിയപ്പെടുന്നത്, അതും ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ D ആണ്, ഫെബ്രുവരി 28. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അയിത്താചാരണം ശിക്ഷാർഹമാകുന്ന വകുപ്പേത്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം അയിത്താചാരണം ശിക്ഷാർഹമാകുന്ന വകുപ്പേത്? ആൻസർ ഓപ്ഷൻ A ആണ്, ആർട്ടിക്കിൾ 17. അപ്പം എന്താണ് ആർട്ടിക്കിൾ 18 പറയുന്നത്? എന്താണ് ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? തലക്കെട്ടുകളെ കുറിച്ചാണല്ലേ. തലക്കെട്ടുകൾ, ബഹുമതികളൊക്കെ നിർത്തലാക്കുക എന്ന് പറയുന്നത്. അതായത് വേറൊരു രാജ്യത്തിൻ്റെതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേരിന് മുമ്പ് എന്താണ് തലക്കെട്ടുകളും അല്ലെങ്കിൽ ബഹുമതികളൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നതായിരുന്നു ആ ഒരു ആർട്ടിക്കിളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. സ്ഥാനപ്പേര് നിർത്തലാക്കൽ. ഓക്കെ, ആർട്ടിക്കിൾ 18 വരുന്നത്. ആർട്ടിക്കിൾ 19 ഇതിനെക്കുറിച്ച് പറയുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓരോന്നും നമ്മൾ ഓരോ മൗലികാവകാശങ്ങൾ, ആമുഖം, മാർഗനിർദ്ദേശങ്ങളിൽ ഓരോന്നിനും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. പാർലമെന്റ് എന്നാൽ ആരെല്ലാം ഉൾപ്പെടുന്നു? പാർലമെന്റ് എന്നാൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ A ആണ്, രാഷ്ട്രപതിയും പാർലമെന്റിന്റെ ഇരുസഭകളും. രാഷ്ട്രപതിയും പാർലമെന്റിന്റെ ഇരുസഭകളും ഉൾപ്പെടുന്നതാണ് പാർലമെന്റ്. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത്? കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ C ആണ്, 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത്. 1985 52ാം ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത്. നെക്സ്റ്റ്, കനേഷുമാരി എന്നറിയപ്പെടുന്നത്? കനേഷുമാരി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ D ആണ്, ജനസംഖ്യാ കണക്കെടുപ്പിനെയാണ് കനേഷുമാരി എന്നറിയപ്പെടുന്നത്. ജനസംഖ്യാ കണക്കെടുപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്? ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്? മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ B ആണ്, സ്വരാജ് ട്രോഫി. ലോകസഭാംഗമാകാൻ പൂർത്തിയായിരിക്കേണ്ട വയസ്സെത്ര? ലോകസഭാംഗമാകാൻ പൂർത്തിയായിരിക്കേണ്ട വയസ്സെത്ര? ആൻസർ ഓപ്ഷൻ C ആണ്, 25. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ D, 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഫിക്കി 1927 സ്ഥാപിച്ചതാര്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഫിക്കി 1927 സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ A ആണ്, ബിർളയും താക്കൂർദാസും. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഫിക്കി 1927 സ്ഥാപിച്ചതാരാണ്? ബിർളയും താക്കൂർദാസും. ബെയർ ഫുട്ട് പെയിന്റർ എന്നറിയപ്പെടുന്നത് ആര്? ബെയർ ഫുട്ട് പെയിന്റർ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ B, MF ഹുസൈൻ. MF ഹുസൈൻ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏത്? കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏത്? ആൻസർ ഓപ്ഷൻ C,
CMS കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ കോളേജ്. VS അച്യുതാനന്ദൻ കേരള ഭരണ പരിഷ്കാര കമ്മീഷന്റെ എത്രാമത് ചെയർമാനാണ്? VS അച്യുതാനന്ദൻ കേരള ഭരണ പരിഷ്കാര കമ്മീഷന്റെ എത്രാമത്തെ ചെയർമാനാണ്? ആൻസർ ഓപ്ഷൻ ഡി, 4ാമത്തെ ചെയർമാനാണ്. ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, KA റഹ്മാനാണ് ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. പ്രഥമ ലോക കേരള സഭയുടെ വേദിയായിരുന്ന സ്ഥലം. പ്രഥമ ലോക കേരള സഭയുടെ വേദിയായിരുന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. പ്രഥമ ലോക കേരള സഭയുടെ വേദിയായിരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ്, ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം. ആൻസർ ഓപ്ഷൻ സി, 1954. നെടുങ്ങാടി ബാങ്കിനെ ഏറ്റെടുത്ത നാഷണൽ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്കിനെ ഏറ്റെടുത്ത നാഷണൽ ബാങ്ക് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് നെടുങ്ങാടി ബാങ്കിനെ ഏറ്റെടുത്ത നാഷണൽ ബാങ്ക്. ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. GST നിലവിൽ വന്നത്. GST നിലവിൽ വന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1. ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭരണരംഗത്ത് ഇലക്ട്രോണിക് IT സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഈ ഗവേണൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഭരണരംഗത്ത് ഇലക്ട്രോണിക് IT സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. സേവനാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? സേവനാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ എ, നവംബർ 1, 2012. 2012 നവംബർ 1 സേവനാവകാശം നിയമം നിലവിൽ വന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് IT നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? താഴെ പറയുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, യൂണിക്സ്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. പിക്ക് ദ പ്രൈമറി ഓക്സിലറി ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ്. Pick the primary auxiliary from the following list. Answer option C, was. Add the appropriate question tag and fill up the blank. Don't smoke in the restaurant. Don't smoke in the restaurant. ഇതാണ് വരാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, will you. We have been shooting the breeze after the teacher left us in the middle of the class. What does the idiom given in italics mean? Shooting the breeze. Answer option D, casually engage in conversation. Find the correctly written sentence from the following. Find the correctly written sentence from the following. Answer option B, I have lost my keys. The notorious dacoit with his followers dash escaped. Answer option A, has escaped. Pick the wrongly spelled word from the following. Answer option D, denigrate എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതാണ് തെറ്റ് കേട്ടോ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. ആൻസർ ഓപ്ഷൻ ഡി, എ സ്റ്റിച്ച് ഇൻ ടൈം. ഫൈൻഡ് ദ പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. സർക്കംസ്റ്റാൻസസ് വിൽ ഒബ്ലിഗ് മീ ടു ഗോ. Circumstances will oblige me to go. Answer option D, I shall be obliged to go. Fill up using the correct set of prepositions. I exchanged dash him my
ഗ്രാമോഫോൺ ഡാഷ് എ ക്യാമറ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഐ എക്സ്ചേഞ്ച്ഡ് ടു ഹിം ബൈ ഗ്രാമോഫോൺ ഫോർ എ ക്യാമറ. Find the one word substitution for the words given in italics. He has been painted in his proper colors. He has been painted in his proper colors. Answer ഓപ്ഷൻ എ ആണ്. ആക്യുറേറ്റ്ലി. നെക്സ്റ്റ് മലയാളമാണ്. താഴെ തന്നിരിക്കുന്നതിൽ മഞ്ഞ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമേത്? മഞ്ഞ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമേത്? ആൻസർ ഓപ്ഷൻ ഡി നിഹാരം. പൂതപ്പാട്ട് എന്ന കൃതി രചിച്ചതാര്? പൂതപ്പാട്ട് എന്ന കൃതി രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി ഇടശ്ശേരി. വർഗാക്ഷരങ്ങളിൽ ഘോഷം എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? വർഗാക്ഷരങ്ങളിൽ ഘോഷം എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി. ധനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? ധനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ സി അർത്ഥം. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്ന ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ല് ഏത്? ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്ന ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ല് ഏത്? ആൻസർ ഓപ്ഷൻ ഡി കുരയ്ക്കും പട്ടി കടിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഉയർച്ച ആഗ്രഹിക്കൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഉയർച്ച ആഗ്രഹിക്കൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് അഭ്യുദയകാംക്ഷ. നെക്സ്റ്റ് ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമം ഏതാണ്? ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സംജ്ഞാനാമം. മകളുടെ മകൻ്റെ കുട്ടി എന്ന് സൂചിപ്പിക്കുന്ന പദം. മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കുട്ടി എന്ന് സൂചിപ്പിക്കുന്ന പദം ഏതാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പേരക്കുട്ടി. നെക്സ്റ്റ് രഥചക്രങ്ങൾ എന്ന പദം വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? രഥചക്രങ്ങൾ എന്ന പദം വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ആൻസർ ഓപ്ഷൻ ബി ആണ് രഥത്തിൻ്റെ ചക്രങ്ങൾ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യയുടെ ആത്മാവ് കുടിക്കൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ, നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.